ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മുരിങ്ങയില ചേർത്തിട്ടുള്ള റെസിപ്പിയാണെന്ന് മനസ്സിലായല്ലോ. വേറെ എന്തൊക്കെയാണ് മുരിങ്ങയിലയുടെ കൂടെ ചേർത്തിട്ടുള്ളതെന്ന് അറിയണ്ടേ? അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉള്ളൂ, നമ്മുടെ ചേമ്പാണ്. ഒരു 4 പീസ് ചേമ്പും കുറച്ച് മുരിങ്ങയില ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല കൊഴുപ്പുള്ള നല്ലൊരു ഒഴിച്ചുകറി റെഡിയാക്കി എടുക്കുക. ഇത് കണ്ടോ, പാകത്തിന് കൊഴുപ്പുള്ളൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചെറിയൊരളവിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുരിങ്ങയില ചേമ്പ് ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 4 തണ്ട് മുരിങ്ങയില എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു 4 ചെറിയ ചേമ്പ്, ഇത്രയും നീളമുള്ള 4 ചേമ്പാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ അതിലേക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 3 ഉള്ളി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിതിൽ. അപ്പോൾ മുരിങ്ങയില നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ചേമ്പിൻ്റെ അളവും തേങ്ങയുടെ അളവും ഒക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ആദ്യം നമുക്ക് ഈ മുരിങ്ങയില കഴുകി വൃത്തിയാക്കി അടർത്തിയെടുക്കാം. മുരിങ്ങയിലയുടെ ചെറിയ തണ്ടുകളൊക്കെ വന്നാലും കുഴപ്പമില്ല, വലിയ തണ്ടുകൾ മാത്രം ഒഴിവാക്കുക. ഈ വലിയ തണ്ടുണ്ടല്ലോ, ഇത് ഈ സൈഡിലേക്കുള്ള വലിയ തണ്ടുകൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ, ബാക്കിയുള്ളതെല്ലാം റെഡി ആയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചേമ്പ് ആദ്യം കുക്ക് ചെയ്യാൻ വയ്ക്കാം, അതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങയില ചേർക്കുന്നത്. അപ്പോൾ ചേമ്പ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ചേമ്പ് വേവിക്കാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലാണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ. ഒറ്റ വിസിലിൽ ചേമ്പ് കുക്കായി കിട്ടും. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. 2 പച്ചമുളക് എന്ന് പറയുന്നത് നിങ്ങളുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 ചേർത്താലും മതി. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 2 or 3 ചേർക്കാം. പിന്നെ നമ്മൾ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നിറച്ച് വേണ്ട. എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 2 പിഞ്ച് ചേർത്താൽ മതി. എരിവില്ലാത്ത മുളക് പൊടിയാണ്, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ചേമ്പിന് ആവശ്യമായ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ചേമ്പൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് ഞാൻ മുരിങ്ങയിലേക്ക് അടർത്തി എടുത്തതിന് ശേഷം നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങൾ പറയാം. ഇത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി. കൂടുതൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 2 അല്ലിയേ ചേർക്കുന്നുള്ളൂ. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 1 അല്ലി ചേർത്താലും മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ നല്ല ജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ, അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതാ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ചേമ്പ് കുക്കായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുക്കറിലാണ് ചേമ്പ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ മുരിങ്ങയില ഇട്ടിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ. ചേമ്പ് കുക്കായി കഴിഞ്ഞിട്ട് മാത്രം മുരിങ്ങയില ചേർക്കുക. അപ്പോൾ നമ്മുടെ ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ച് നോക്കുകയാണെങ്കിൽ ഉടഞ്ഞു പോകുന്നുണ്ട്. ഈ പാകത്തിലാവുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. മുരിങ്ങയില ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരുപാട് സമയം അടച്ചു വയ്ക്കണ്ട കേട്ടോ, കുറച്ച് സമയം കൊണ്ട് തന്നെ മുരിങ്ങയില വെന്ത് വന്നോളും. അപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കണം. ഇനി പച്ചവെള്ളം ചേർക്കരുത്. മുരിങ്ങയില ചേർക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ ചേർക്കൊന്നുമില്ല. ചേർക്കുകയാണെങ്കിൽ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഇതൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ചേർത്തിട്ട് ഒരു 3 മിനിറ്റായി. മുരിങ്ങയില ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ചേമ്പ് 2-3 പീസ് ചേമ്പൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അരപ്പ് ചേർത്തിട്ട് തിളയ്ക്കാൻ പാടില്ല, അതനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് വേഗം തിളച്ച് വരും. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ അരപ്പൊക്കെ ചൂടായി വരും. ആ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നോളും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ കറി? വളരെ ഈസി അല്ലേ?
ഒരു 3-4 പീസ് ചേമ്പ് 2-3 തണ്ട് മുരിങ്ങയില ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ചോറിന് കറിയാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മുരിങ്ങയിൽ ഓവറായിട്ട് കുക്കായി പോരുത് കേട്ടോ. ഓവറായിട്ട് കുക്കായി പോയിട്ടുണ്ടെങ്കിൽ മുരിങ്ങയിലേക്ക് ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് മുരിങ്ങയില ഒരു ഹാഫ് കുക്കാവുമ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പുളി വേണം എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മുരിങ്ങയില ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചേമ്പ് കുക്കായി വരുമ്പോൾ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളി ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കറികളിലും പുളി അത്ര നല്ലതല്ല. ചില കറികളിൽ പുളി ടേസ്റ്റ് നല്ലതായിരിക്കും, ചില കറികളിൽ പുളി ടേസ്റ്റ് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ആ പുളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാകുന്ന ആളുകൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. പിന്നെ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഞാൻ ഈ ചട്ടി മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇളക്കാതെ ഇരുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇവിടെ ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചട്ടി മാറ്റി വെച്ചിട്ട് ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറി ഒന്നുകൂടി ചൂടായി വന്നോളും. നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, ഒരു 3 ഉള്ളി എടുത്തു വെച്ചിരുന്നു. അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് ചേർക്കാം. ഈ ഉള്ളി ഒന്നിന് കളർ മാറി വരണം. അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് കളർ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു വറവിടുന്നതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇല്ലെങ്കിൽ മുളക് പൊടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർക്കാം കേട്ടോ. അത് ഏതാണോ വേണ്ടതെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതാണ് കളർ കൂട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ഞാനിപ്പോൾ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് കുക്കായി വരണം. ഞാനിതിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ആവശ്യത്തിന് കളറുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണുള്ളത്, അത് മതി. കൂടുതൽ കളർ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യണം എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കറിയിലേക്ക് നമ്മുടെ വറവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ചൂട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂട് മാറിക്കഴിഞ്ഞ് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിലുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ കറി കുറുകി വന്നു കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.